പട്ടികജാതി ലിസ്റ്റ് പുനഃപരിശോധിക്കാൻ പുതിയ സമിതിയെ നിയോഗിച്ചത് കോടതി നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രമാണെന്ന് നാഷണൽ കൗൺസിൽ ഫോർ ദളിത് ക്രിസ്ത്യൻസ് ആരോപിച്ചു. നിരവധി കമ്മീഷനുകളെ ഇക്കാര്യം പഠിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ കോടതിയിൽ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് മറ്റൊരു സമിതിയെ കൂടി നിയോഗിച്ചിരിക്കുന്നതെന്നും കൗൺസിൽ കുറ്റപ്പെടുത്തി. നിലവിൽ ഹിന്ദു, സിഖ്, ബുദ്ധമതക്കാരായ ദളിതർക്ക് സംവരണം നൽകാനാണ് ഭരണഘടനയിൽ നിർദ്ദേശമുള്ളത്. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിലേക്ക് മാറിയ ദളിതർക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിൽ തുടരുന്നതിന് വേണ്ടിയാണോ സംവരണം എന്ന കാതലായ ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ക്രിസ്ത്യന്, മുസ്ലിം വിഭാഗങ്ങളിലേക്ക് മതം മാറിയ ഉടനെ ദളിതരുടെ സാമ്പത്തിക, സാമൂഹിക അവസ്ഥ മാറുമെന്ന വിചിത്രമായ നിലപാടിനെതിരെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജികൾ തീർപ്പാക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പുതിയ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. നേരത്തെ മതം മാറിയ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും സംവരണ ആനുകൂല്യങ്ങൾ നൽകാൻ രംഗനാഥ് മിശ്ര കമ്മീഷന് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. നിരവധി സമിതികളും കമ്മീഷനുകളും ഇതിനകം റിപ്പോർട്ട് നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സർക്കാർ കോടതി ഇടപെടൽ നടക്കുമെന്ന സാഹചര്യം വന്നതോടെയാണ് വീണ്ടും ഒരു സമിതിയെ നിയോഗിച്ചതെന്നാണ് നാഷണൽ കൗൺസിൽ ഫോർ ദളിത് ക്രിസ്ത്യൻസ് ആരോപിക്കുന്നത്. കോടതി നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള സർക്കാരിൻ്റെ ഗൂഢതന്ത്രമാണ് തിടുക്കത്തിലുള്ള കമ്മീഷൻ രൂപീകരണമെന്നും കൗൺസിൽ കുറ്റപ്പെടുത്തി. കൽക്ക കലേക്കർ, രംഗനാഥ് മിശ്ര കമ്മീഷൻ ഉൾപ്പെടെ നിരവധി കമ്മീഷനുകളെ ഇക്കാര്യം പഠിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും സർക്കാർ നിയോഗിച്ച കമ്മീഷനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കൗൺസിൽ വ്യക്തമാക്കി. ഷെഗിന ന്യൂസ് ബ്യൂറോ, ദില്ലി.